കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒന്ന് നിർത്ത് മാഡം. അന്നാ കല്യാണം നടന്നില്ല, കിട്ടാനുള്ള കാശും കിട്ടിയില്ല. ഇനി ഫോൺ ചെയ്തിട്ട് എന്ത് നേടാനാ? നേട്ടമൊക്കെയുണ്ട്. അനന്തരവളല്ലെന്നറിഞ്ഞുകൊണ്ട് ഒരു കള്ളൊക്കെ പറഞ്ഞ് ഒപ്പിച്ചെടുത്താ അവളെ ആ വീട്ടിലേക്ക് കയറ്റിയത്. പക്ഷെ അവിടെ ഓൾറെഡി വേറൊരു കള്ളി അനന്തരവളാണെന്ന് പറഞ്ഞ് കേറിയിട്ടില്ലേ. അകത്തേക്ക് കയറിയ ശേഷം വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായോ ആവോ. അതൊക്കെ വൈദേഹിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്തോ. സത്യത്തില് അവിടുത്തെ അനന്തരവൾ ആരായിരിക്കും? നമ്മളാദ്യം അതാ മനസ്സിലാക്കേണ്ടത്. മാഡം, ഞാൻ വേണേ കാല് പിടിക്കാം മാഡം. കൊറേ സഹായിച്ചില്ലേ, ഇനി വിട്ടേക്ക്. ഈ കാര്യത്തിൽ ഇത്ര ക്യൂരിയോസിറ്റി എന്തിനാ മാഡം? ആരെങ്കിലും എന്തേലും കാണിക്കട്ടെ, നമുക്കെന്താ? അതെന്താടി അങ്ങനെ ചോദിച്ച്? എനിക്കിതിൽ കാര്യമുണ്ട്. ഒരു കാര്യത്തിൽ നിന്ന് പകുതിക്ക് വെച്ച് പിന്മാറുന്നത് മാഗിയുടെ ശീലമല്ല. അങ്ങനെ ചെയ്താ എന്റെ തല പൊട്ടിപ്പൊളക്കും. സത്യം അറിയുന്നവരെ എനിക്ക് ഉറക്കം പോലും വരില്ല. എന്റെ പ്രശ്നം നിങ്ങൾക്കാർക്കും മനസ്സിലാവാനും പോകുന്നില്ല. മേഡം, ഞങ്ങളുടെ പ്രശ്നം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇങ്ങനെ കിട്ടുന്ന പ്രോഗ്രാംസ് എല്ലാം കൊളമാക്കി കൊടുത്താൽ നാളെ ഇവന്റ്സും കിട്ടില്ല, ഞങ്ങൾക്ക് ശമ്പളം ഉണ്ടാവില്ല. മാഡം ശമ്പളം തരാത്തോണ്ട് രമ്യ റിസൈൻ ചെയ്ത ഓർമ്മയുണ്ടല്ലോ മാഡത്തിന്. ഞങ്ങളെങ്കിലും മാഡത്തിന്റെ കൂടെ ഒന്ന് നിന്നോട്ടെ. ഇപ്പൊ നടത്തി കൊടുക്കാൻ പോകുന്ന ഈ ഇവന്റെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നടത്തി കൊടുക്കണം. മാഡം അവിടുത്തെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടില്ലാന്ന് ഞങ്ങൾക്കൊന്ന് പ്രോമിസ് ചെയ്തു. അവിടുത്തെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് വൈദേഹിയുടെ കാര്യം എന്തായെന്നറിയണം. ആ വീട്ടിലെ മരുമോളാന്ന സത്യം പോലും പാവത്തിന് തുറന്നു പറയാൻ പറ്റുന്നില്ല. വൈദേഹിയുടെ അമ്മയച്ഛനും ആരാണെന്നും കണ്ടുപിടിക്കണം. അതിനെന്തെങ്കിലും പഴുതുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. പാവം എന്റെ കൊച്ചുമോള് ശ്രേയ എവിടെ ഏതവസ്ഥയിലാണെന്ന് ആർക്കറിയാം. ഈ മാല എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് അവക്ക് കുറച്ച് കാശ് അയച്ചു കൊടുക്കണം. ഹലോ ബേബി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആ ജാനകി എന്ത് പറയുന്നു? എന്ത് പറയാനാ, എന്റെ തല തിന്നുക. മമ്മി, അവളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു 100 റൗഡികളെ അയക്ക്. വീട്ടിൽ കയറി വന്ന് പെട്ടെന്ന് കുത്തി കൊല്ലാൻ പറ. ഇങ്ങനെ ടെൻഷൻ ആവരുത് മോളെ, കൂൾ ഡൗൺ. എനിക്ക് പ്രാന്ത് പിടിക്കാം മോം. ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് കൊളാക്കിയെന്ന് മാത്രമല്ല, എന്നെ എടുത്തിട്ട് പന്താടുക. ആ ശാന്താദേവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. ആ രാഹുലിന്റെ കാര്യം നമ്മൾ സെറ്റിൽ ചെയ്തു. പക്ഷെ വീട്ടിലുണ്ടായിരുന്ന ജാനകി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവളൊരു സുനാമി പോലെ കേറി വന്നിട്ട് എന്റെ പ്ലാൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ. എന്ത് ചെയ്യാനാ ബേബി? ജാനകി ഒരു പ്ലാനോടെയാണ് വന്നതെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. നടന്നതൊക്കെ പോട്ടെന്ന് വെക്ക്, ഇനി എന്താന്ന് നോക്കാം. ആ ജാനകിയെ ഇല്ലാണ്ടാക്കാൻ എന്താ വഴിയെന്ന് ചിന്തിക്ക്. അതിനൊരു തീരുമാനം വേണം. അവൾ എന്റെ കാര്യം തീരുമാനമാക്കാതിരുന്നാ മതി. പാവാണെന്ന് ആദ്യം വിചാരിച്ചേ, പക്ഷെ ആള് മുറ്റ. അവളെ കൊണ്ടുള്ള തടസ്സം നീക്കണമെങ്കിൽ അതിനങ്ങനെ ചെറിയ പ്ലാനൊന്നും പോരാ. നമ്മുടെ ആൾക്കാരോട് എല്ലാരോടും റെഡി ആയിരുന്നോളാം പറ. ഞാൻ എപ്പോ വിളിച്ചാലും അപ്പോ അവരെനിക്ക് കിട്ടിയിരിക്കണം. നമുക്ക് നോക്കാം മോളെ, ഞാൻ അവരോട് പറയാം. ആരോട് സംസാരിച്ചു? അത് കസ്റ്റമർ കെയർ ആയിരുന്നു ചേച്ചി. ആരെയോ വിളിച്ചുടനെ കിട്ടണോന്നൊക്കെ പറഞ്ഞു. അത് 24 മണിക്കൂറും വിളിച്ചാ കിട്ടുമെന്നൊക്കെ അവര് പറഞ്ഞപ്പോ എനിക്ക് ആവശ്യമുള്ളപ്പോ വിളിച്ചാ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞതാ. നീ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ മാളവികയെ. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി എന്താ ഒളിപ്പിക്കാനുള്ളത്? എന്നാലും ചേച്ചിക്ക് എന്നെ ഇപ്പൊ ഒരു വിശ്വാസമില്ല. കാലത്ത് കാപ്പി ഉണ്ടാക്കിയപ്പോഴും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. നീ ഒളിപ്പിക്കുന്നു പറഞ്ഞത് എന്നോട് നീ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നു എന്നല്ല. ദേ ഈ മുഖം പൊത്തിപ്പിടിച്ച് എന്താ നീ ഒളിപ്പിക്കുന്നു? അയ്യോ, എന്താ ഇത്? എന്ത് പറ്റിയതാ? ചുണ്ടാകെ വീർത്തിരിക്കുന്നു. ഒന്നുമില്ല ചേച്ചി. പൊള്ളി വീർത്ത ചുണ്ടും കാണിച്ചോണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞ നല്ല രസമുണ്ട് കാണാൻ. അടുപ്പേ നിപ്പ ഇറക്കി വെച്ച് കുക്കറെ പോയി ഉമ്മ കൊടുത്ത പോലുണ്ട്. അത് തന്നെയാണോ നടന്നത്? ഓക്കെ ഓക്കെ, എന്താ ഉണ്ടായെന്ന് പറ.
ചേച്ചി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ നടന്നത് ചേച്ചി. നിനക്കൊന്ന് തൊടാൻ പോലും പറ്റില്ല. തൊടുക മാത്രല്ല, വേണമെങ്കിൽ ഉമ്മ വരെ കൊടുക്കും ഞാൻ. അതുകൊണ്ടാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കണ്ണടച്ചു പിടിക്കരുതെന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ചോദിക്കാതെ കൊടുത്ത ഉമ്മയ്ക്കും വിലയുണ്ടാവില്ല മോളെ. പെണ്ണുങ്ങൾ ഒരിക്കലും അങ്ങോട്ട് ചെന്ന് ആർക്കും ഉമ്മ കൊടുക്കരുത്. നമുക്കൊരു ഉമ്മ തരാൻ ആണുങ്ങൾക്ക് തോന്നുന്ന പോലെ അങ്ങോട്ട് ചെന്ന് കൊതിപ്പിക്കല്ലേ വേണ്ടത്. എന്നെ കണ്ട് ദേവേട്ടൻ എവിടുന്ന് കൊതിക്കാൻ? കൊതിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവോ? അതുകൊണ്ടാ അവനെ പയ്യെ വഴിക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. എത്ര കാലം കൊണ്ട് പറയുന്നു, നീ അനുസരിക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നല്ലോ ചേച്ചി. മൊറപ്പെണ്ണല്ലേ, എന്തായാലും അപ്പൊ കല്യാണം കഴിച്ചോളൂന്ന് എനിക്ക് അഹങ്കാരായിരുന്നു. ഇപ്പൊ ദേ ജാനകി കോമ്പറ്റീഷൻ ആയി വന്നേക്കുന്നു. ഞാൻ കഷ്ടപ്പെട്ട് കാപ്പി കൊണ്ട് കൊടുത്തപ്പോ ജാനകിയും കാപ്പി ഉണ്ടാക്കി എന്റെ കാപ്പിക്ക് വരെ അതാ ദേവേട്ടനെ കുടിപ്പിച്ച. ദേവേട്ടനെ അവള് ഏകദേശം വശത്താക്കിയിരിക്കും. അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം ചേച്ചി. ദേവേട്ടൻ എന്റെ കൈപ്പിടിയിലാവണം. അതിനെന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ ചേച്ചി. അതിന് പ്രത്യേക ഒരു ഐഡിയ വേണോ? ജാനകിയിൽ നിന്ന് അകന്ന് നിന്നിലേക്ക് അടുക്കുന്ന വിധത്തിൽ ദേവനെ കൊണ്ട് ഇപ്പൊ പിടികിട്ടി. ബാക്കിയെല്ലാം പറഞ്ഞോലെ. ഏയ്, ഒന്നും മുഴുവനും കേൾക്കുന്ന സ്വഭാവമില്ലല്ലോ. ഈശ്വരാ, ഒരു വിധത്തിൽ കഴിഞ്ഞു. അയ്യോ, സിനിമാ നടി ആവണമെന്ന് പറഞ്ഞ് എത്ര വലിയ ജീവിതം നീ കളഞ്ഞു കുളിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്തായി? പാത്രം കഴുകി ജീവിക്കേണ്ട അവസ്ഥയായി. ഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ചപ്പോ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് കരുതിയില്ല. അപ്പൊ നീ ഇതൊക്കെ അനുഭവിക്കണം. അനുഭവിച്ചോ? ഹലോ അച്ഛമ്മ. ശ്രേയേ, മോളിപ്പോ എവിടെയാ? എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, എന്താടി, എന്തിനാ കരയുന്നേ? എന്താ ഉണ്ടായേ? അങ്ങനെ എന്നോട് ചോദിക്കല്ലേ അച്ഛമ്മ. എനിക്ക് കരച്ചിലടക്കാനാവില്ല. കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ തീർന്നു. ഹോസ്റ്റൽ ഫീസ് പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. വല്ല ജോലിക്കും പോവാന്ന് വെച്ചാ എന്റെ പഠിപ്പിന് നല്ലൊരു ജോലി പോലും കിട്ടുന്നില്ല. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ട് ഇവിടെ അടുത്തുള്ള 3-4 വീട്ടില് പാത്രം കഴുകിയാ ജീവിക്കുന്ന. അയ്യോ, ഒറ്റ വാക്കില് പറയുകയാണെങ്കിൽ ജീവിതം നായ നക്കിന്ന് പറഞ്ഞാ മതിയല്ലോ. ഞാൻ ജീവനോടെ ഉള്ളപ്പോ നീ എന്തിനു വിഷമിക്കണം? ഇത്രയും നാളും എന്റെ മോള് അനുഭവിച്ചതൊക്കെ മതി. നീ പുറപ്പെട്ടിങ്ങ് പോരെ. വീട്ടിലേക്കോ? എന്റെ അമ്മേ, ഞാനെങ്ങുമല്ല. അച്ഛൻ എന്നെ തല്ലിക്കൊല്ലും. ഞാനങ്ങ് വീട്ടിലേക്ക് വരുന്നില്ല. അവനെന്ത് തല്ലിക്കൊല്ലാനാ?
എന്നാ പിന്നെ അതൊന്നും എനിക്കും കാണണമല്ലോ. നീ ധൈര്യമായിട്ട് പോര് മോളെ. വേണ്ട അച്ഛമ്മ, ഞാനെങ്ങും വരുന്നില്ല. വേണമെങ്കിൽ അച്ഛമ്മ അച്ഛനോട് സംസാരിച്ച് എന്നെ ഒന്നും പറയില്ലെന്ന് സത്യം ചെയ്യിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. അതുവരെ ജീവിച്ചു പോകാൻ എന്തെങ്കിലും ഒന്ന് അയച്ചതാ അച്ഛമ്മ. ഈ പാത്രം കഴുകി കഴുകി ഞാൻ മടുത്തു. എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ ശ്രേയ മോളെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്ന? എന്റെ മോള് വിഷമിക്കണ്ട, നീ നിക്ക്. ഇന്ന് തന്നെ ഞാൻ കാശ് തരപ്പെടുത്താം. നീ ഒരിടത്തും പോയി പണിയെടുക്കണ്ട മോളെ. ഉം, എന്നിട്ട് ഞാൻ രാമനോടൊന്ന് സംസാരിക്കട്ടെ. അവനെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ വിളിപ്പിക്കും. ശരി. അമ്മേ, ആ, എന്താടാ? ആരോട് സംസാരിക്കായിരുന്നു? നാണക്കേടുണ്ടാക്കിയ ശ്രേയോടായിരുന്നോ? അവളോട് മിണ്ടരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ. മിണ്ടാതിരിക്കാനും മാത്രം വലിയ തെറ്റ് എന്താടാ അവള് ചെയ്തത്? കുട്ടികളാവുമ്പോ ചെറിയ വിവരക്കേടൊക്കെ കാണിക്കും. മൂത്തവരല്ലേ അത് മനസ്സിലാക്കി ക്ഷമിക്കേണ്ടത്. അല്ലാതെ ശത്രുവിനോട് പെരുമാറുന്ന പോലെ സ്വന്തം കുഞ്ഞിനെ വല്ലോടത്തോട്ട് കഷ്ടപ്പെടുത്താ. ഞാൻ പറയുന്ന കേക്കടാ, ശ്രേയയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് ജീവനുള്ളിടത്തോളം കാര്യം നടക്കില്ല അമ്മേ. അത് പാവാടാ, അവൾ എന്തു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ? അവള് ചത്താലും എനിക്ക് പ്രശ്നമില്ല. രാമ, ഒരു കാരണവശാലും അവളിനി എന്റെ വീട്ടിൽ കയറി വരരുത്. എടാ രാമ, എന്ത് നടായത്? അവള് നിന്റെ കുഞ്ഞാണെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ പൊന്നുമോള് വൈദേഹി എവിടെ? ഭർത്താവിനെ ഉപേക്ഷിച്ച് എവിടെ പോയെന്നെങ്കിലും നിനക്കറിയോ? അവളുണ്ടാക്കി വെച്ച നാണക്കേടോളം വരുവാടാ. എന്റെ ശ്രേയമോള് കാരണം ഉണ്ടായതുമല്ല. അമ്മേ, വൈദേഹിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. അമ്മയെന്നൊന്നും ഞാൻ നോക്കില്ല. വൈദേഹിയും ശ്രേയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ജീവനുള്ളിടത്തോളം അവളിവിടെ കയറരുത്. എടാ എടാ രാമ, ഇനി എത്ര നാളത്തേക്കായി ഈ വാശി എന്നുള്ളത് ഞാനും ഒന്ന് കാണട്ടടാ. കണ്ണിച്ചോരയില്ലാതെ നീ ഉപേക്ഷിച്ചെന്ന് കരുതി എന്റെ കൊച്ചുമോളെ എനിക്കങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? ഇന്ന് എന്റെ ശ്രേയമോൾ ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള കാരണം നീ മാത്രമാടി. നിന്റെ കഴുത്തെ കിടന്ന് ഇത് പണയം വെച്ച് എന്റെ മോളുടെ കഷ്ടപ്പാടിനൊരു ചെറിയ ശമനം ഉണ്ടാക്കട്ടെ. എന്തുപറ്റി അമ്മേ? ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചേക്കരുത്. അമ്മായി എന്നാ വിളിക്കണ്ടെന്നറിയാം, എന്നാലും ഇങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ട് അമ്മേ. എന്റെ കുന്തയിലാവട്ടെ, നീ എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് എന്റെ ചെവിക്കല പൊട്ടുന്ന പോലെ തോന്നുക. ഈ വീടിനൊരു അനന്തരാവകാശിയെ വേണം. അതൊരിക്കലും നിന്റെ വയറ്റി നായിക്കൂടാ. അതെന്തുകൊണ്ടാ അമ്മേ? എന്ത് കാര്യത്തിന് അമ്മ എന്നോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കുന്നെ? കാരണം നീ ഊരും പേരും അറിയാത്തൊരു അനാഥയായതുകൊണ്ട്. ഞാനിതിവിടെ വെച്ചേക്കാം. രൂപം മാറിയിട്ടും ദേഷ്യത്തിനൊരു കുറവുമില്ല. ഏയ് മാറി നിക്ക്. എവിടേക്കായി ഓടുന്നേ? എവിടേക്കായി നിനക്കെന്താ? മാറങ്ങോട്ട്. ദേവിയുടെ മുകളിലെളുപ്പോ നീ ഇത്ര തിരക്കിട്ട് താഴേക്ക് ഓടണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഉണ്ടെങ്കി ഇപ്പൊ നിനക്കെന്താ? മാറങ്ങോട്ട്. അമ്മായി, അമ്മായി, ഞാനൊരു കാര്യം ചോദിച്ചാ പറയൂ? എന്താ മാളവികേ? ഞാൻ അനന്തരവളാണെന്ന് അമ്മായിക്കെങ്കിലും വിശ്വാസമുണ്ടോ? അതെന്താ മോള് അങ്ങനെ ചോദിച്ചു? വിശ്വാസം ഉള്ളോണ്ടല്ലേ മരുമകളാക്കാൻ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നു. കല്യാണം മുടങ്ങിപ്പോയത് കാരണം ഇത്രയേറെ വിഷമിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടി ഞാൻ അമ്മയുടെ മരുമോളായി ഈ വീടിനൊരു അനന്തരാവകാശി തരണേന്ന് അമ്പലത്തിലൊന്ന് പോയി പ്രാർത്ഥിക്കാൻ പോവാ. ദേവേട്ടനോട് എന്നെ ഒന്ന് കൊണ്ടുപോകാൻ പറയൂ. ഇന്നലെ തൊട്ടവൻ നല്ല മൂഡിലല്ല മോളെ. ഇപ്പൊ എന്തിനാ അവനോട് അങ്ങനെ? അമ്മായി, ആ മൂടൊന്ന് ശരിയാക്കാനും കൂടെ വേണ്ടി പോവാന്ന് പറഞ്ഞേ. അല്ലമ്മായി, ദേവേട്ടന്റെ കൂടെ ഞാനുണ്ടെങ്കിലല്ലേ ദേവേട്ടൻ എന്നോട് ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നൂ. അപ്പൊ ഈ ജാനകിയെ പോലെ 100 പേര് വന്നാലും ദേവേട്ടൻ എന്നെ മാത്രമേ കല്യാണം കഴിക്കൂ. അമ്മായി ഒന്ന് പറഞ്ഞാ മതി. അത് ശരി, എത്ര വലിയ പ്ലാനാ ഇത്. ഇപ്പൊ കൊളാക്കി തരാവേ. ദേവാ, മോനെ ദേവാ, ദേവനൊന്നും ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? നീ എന്റെ മരുമോളെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വാ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഇപ്പോഴൊന്നും പറ്റില്ല. ഏതെങ്കിലും ക്യാബ് വിളിച്ചു പോകാൻ പറ. ദേവാ, നീ ഓഫീസിൽ പോകുന്ന വഴിക്ക് ഇറക്കി വിട്ടാ മതി. തിരിച്ചിങ്ങോട്ട് ക്യാബ് വിളിച്ച് വന്നോളൂ. ശരി അമ്മേ. എന്താ അമ്മായി ഇത്? ദേവേട്ടനെ വിളിച്ചത് എന്റെ കൂടെ തന്നെ ഉണ്ടാവാനല്ലേ, പിന്നെ ഇറക്കി വിട്ടിട്ട് പോവാൻ പറഞ്ഞതിനാ? മാളവികേ, ദേവനെ നിന്നോടൊപ്പം പുറത്തേക്ക് അയക്കുന്നതാണ് അമ്മയുടെ ജോലി. അതിനുശേഷം അവനെ എങ്ങനെ മാറ്റണോന്നുള്ളത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. നീ മിടുക്കിയാണോന്ന് നീ തന്നെ തെളിയിക്കും. പോയിട്ട് വാ. ആ പറഞ്ഞോളൂ മാഡം. മനസ്സിലായോ? ഞാനാ മന്ധര, രാമന്റെ അമ്മ മന്ധരയാ. മറന്നുപോയോ? ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. എന്റെ അടുത്ത് വിലപിടിപ്പുള്ള ഒരു മാലയുണ്ട്. അത് വിൽക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ? ഇന്ന് അത്യാവശ്യം കുറച്ച് കാശ് വേണമായിരുന്നു. അത് വാങ്ങിച്ചോണ്ട് ഇത്തിരി കാശ് തരും. അയ്യോ, ഇന്ന് പറ്റില്ലല്ലോ. ഇന്നെന്റെ മോളുടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുക. കട ഇന്ന് തുറന്നിട്ടില്ല. ആ, നാളെ വന്നോളൂ. അയ്യോ, വളരെ അത്യാവശ്യം ആയതുകൊണ്ടായിരുന്നു. എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ചു തരുമോ? കട തുറക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നാളെ വന്നോളൂ. അയ്യോ, ദയവേത് ഇന്ന് തന്നെ ഒന്ന് തരണം. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ഇപ്പൊ കടയില്ലെന്ന് വെച്ച് എന്താണ്? ഞാൻ വീട്ടിലോട്ട് വരാം. മന്ധരാമേ, പറഞ്ഞാ മനസ്സിലാവില്ലെന്നുണ്ടോ? ഇന്ന് വീട്ടിലൊരു വലിയ വിശേഷം വന്നേ. പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, അങ്ങനെ പറയരുതേ. ഒന്ന് മനസ്സ് വെക്ക്. അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടല്ലേ ഞാൻ ഈ കാല് പിടിക്കുന്നത്. നോക്ക്, നല്ല ഒന്നാന്തര സാധനമാ. അതും രാജമുദ്രയുള്ളതാ. കണ്ടാ നിങ്ങൾ തല കറങ്ങി വീണുപോകും. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചോ. എന്നാ ശരി. നിങ്ങളുടെ അത്യാവശ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ഒന്ന് എടുത്തോണ്ട് വരൂ. ആയിക്കോട്ടെ കേട്ടോ. ദേ ഇപ്പൊ തന്നെ കൊണ്ടുവരാട്ടോ. ആയിക്കോട്ടെ. അല്ല, രാജമുദ്രയുള്ള മാല വിൽക്കേണ്ട ആവശ്യം ഇപ്പൊ ഈ കിളവിക്ക് എന്താണാവോ? ഞാനത് വാങ്ങി വച്ച ശേഷം അതെന്തിനാ വാങ്ങിച്ചെന്നാ വീട്ടുകാർ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? ഏതായാലും രാമനോടൊന്ന് ചോദിച്ചേക്കാം. ഹലോ, നമസ്കാരമുണ്ട് രാമ, ഞാൻ കിഷോറാ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാ. നമസ്കാരമുണ്ട് കിഷോറെ, പറഞ്ഞോളൂ. വലിയ കാര്യമൊന്നുമല്ല. രാമന്റെ അമ്മ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നേ. അവരുടെ അടുത്തൊരു രാജമുദ്രയുള്ള മാലയുണ്ടെന്ന് പറഞ്ഞു. അത് വെച്ചിട്ടൊരു കാശ് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. രാമന് വിരോധമൊന്നും ഇല്ലെങ്കില്. അമ്മയുടെ അടുത്ത് എന്ത് മാലയാ? എന്തിനാ അത് വിൽക്കാൻ നോക്കുന്നേ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോന്ന്? ആ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. അതാ കാര്യം. നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിന്ന് മാല വാങ്ങിച്ചിട്ട്
ഞാൻ അവർക്ക് കാശ് കൊടുത്തോട്ടെ. രാമന് വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. കൊടുത്തോളൂ. എന്നാ ശരി, വയ്ക്കട്ടെ. മോളെ, റെഡിയായോ? കൊടുക്കണ്ടെന്ന് പറഞ്ഞ കിഷോർ അത് അമ്മയോട് പറയും. അമ്മ ഇതാദ്യം കൊണ്ട് പണയം വയ്ക്കട്ടെ. അപ്പ അവിടെ ചെന്ന് എന്താ കാര്യമെന്ന് നേരിട്ട് അന്വേഷിക്കാം. അല്ല, അമ്മ ഇപ്പൊ വീട്ടിലുണ്ടോ? അമ്മേ, അമ്മേ. പോയെന്ന് തോന്നുന്നു. ഞാൻ പോലും അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാവോ. ദേവിട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? എവിടേക്കാ? അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്കോ? അതെന്താ ദേവേട്ടാ അതിശയത്തോടെ ചോദിക്കുന്നേ? അമ്മ പറഞ്ഞില്ലായിരുന്നു ദേവേട്ടനോട്? ആ അമ്മ പറഞ്ഞിരുന്നു. പക്ഷെ മാളവികയെ കൊണ്ടുപോകാനല്ലേ പറഞ്ഞേ? മാളവിക എന്ന് പേരെടുത്ത് പറഞ്ഞു. ശരിക്കും എന്താ പറഞ്ഞെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. നീ എന്റെ മരുമോളെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയിക്കോ. എന്താ പറഞ്ഞെന്നോർത്തോ? അത് തന്നെ, എന്റെ മരുമോളെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോ ഞാനും മരുമോളെ തന്നെയല്ലേ? എന്നും കൊണ്ടുപോകാൻ പറഞ്ഞ പോലെ തന്നെ ദേവേട്ടനെ മാളവികയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അതല്ലല്ലോ അങ്ങനെയാ. കല്യാണം കഴിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കില്ലായിരുന്നോ? ആ കൊതി ഇതുവരെ മാറിയിട്ടില്ല. ഇനി ആ പഴംപുരാണം വളമ്പണ്ട, മതി നിർത്ത്. അമ്മ ഇത് പറഞ്ഞപ്പോ ആ മാളവിക അടുത്തുണ്ടായിരുന്നത്. അപ്പൊ അവളെ കുറിച്ചായിരിക്കും പറഞ്ഞതെന്ന് ഞാനും വിചാരിച്ചു. അവക്കതിന് ദൈവമോ വിശ്വാസമോ വല്ലതും ഉണ്ടോ? എന്നെങ്കിലും അവൾ അമ്പലത്തിൽ പോയി കണ്ടിട്ടുണ്ടോ? അമ്മ പറഞ്ഞത് എന്നെ കൊണ്ടുപോകാനാണെന്ന് വിശ്വസിക്കാൻ പോലും തോന്നുന്നില്ല. ആരെ കണ്ടാലും ചാടി കയറി അങ്ങ് കൊണ്ടുപോയിക്കോളും. ദേവേട്ടനെ എന്റെ കൂടെ വാ. സാരല്ലേ ദേവേട്ടാ, എനിക്ക് താലി കിട്ടിയതല്ലേ. വൈദേഹി ഒന്നും വിചാരിക്കില്ല. എന്ത് വിചാരിക്കില്ലെന്ന്? വൈദേഹിയുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. അവക്ക് ഞാനെന്ന് വെച്ച പ്രാന്ത. എന്റെ നേരെ ആരെങ്കിലും ഒന്ന് കണ്ണെടുത്ത് നോക്കിയാ മതി, അപ്പൊ അവളുടെ സകല കൺട്രോളും പോവും. ആ കണ്ണ് അവള് തുറന്നെടുക്കും. ഇത് ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന, അതുകൊണ്ടൊരു അല്പം അകലം സൂക്ഷിക്കുന്ന നല്ലതാ. ഇത് രണ്ടും കൂടി ഇതെങ്ങോട്ടാ പോകുന്നത്?